ഞങ്ങളുടെ സ്വിമ്മിങ്ങിന്റെയും കരാട്ടയുടെയും കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. നിങ്ങൾ സ്വിമ്മിങ്ങിന്റെയും കരാട്ടയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമില്ല, രണ്ടുപേരും പോകില്ല. ഇതെന്ത് കഷ്ടമായത് കേശു, നീ വന്നേ. അതെ, ഈ സ്വിമ്മിങ്ങും കരാട്ടയൊക്കെ പഠിക്കാനായിട്ട് വലിയ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമെന്ന് നോക്കണം കേട്ടോ. കിട്ടും. മാത്സ് ബുക്ക് ഉണ്ടാ? അതിലെ ലെൻസ് സ്ലിപ്പ് കൊണ്ട് കൊടുത്താൽ മതി, ലോൺ കിട്ടും. മാത്സ് ബുക്ക് ഉണ്ടാ? അതിലെ ലെൻസ് സ്ലിപ്പ് കൊണ്ട് കൊടുത്താൽ മതി, ലോൺ കിട്ടും. അരി മാറ്റി അതോ കഴുകിടപ്പത്തിടാൻ നോക്ക്. ഇനി എന്തിനാ അരിയൊക്കെ കണ്ട അച്ഛൻ ബിരിയാണി ഓർഡർ ചെയ്യാ? ബിരിയാണി പിന്നെ ഇപ്പൊ ഓർഡർ ചെയ്യാം. നീ എന്താ വിഷമിച്ചിരിക്കണേ? നിനക്കെന്ത് ആറാമത്തെ കൊച്ചിനെ തള്ളയെന്ന് പറഞ്ഞാൽ നിനക്ക് നാണക്കടാ തന്നെ? 6 എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും കൂടി ഉണ്ടാവുന്നെങ്കിലും വോളിബോൾ ടീമിനെ ക്രിയേറ്റ് ചെയ്യാറുന്നല്ലോ. എന്തിനു നോക്കിട്ട് ഒരു സെവൻസ് ഫുട്ബോൾ ടീം ഉണ്ടാക്കാം. സമയാവട്ടെ, ചോറിന സമയാവട്ടെ. എന്തിനു നോക്കിട്ട് ഒരു സെവൻസ് ഫുട്ബോൾ ടീം ഉണ്ടാക്കാം. സമയാവട്ടെ. അച്ഛാ കുറച്ച് മരുന്ന് ഒഴിച്ചാ അച്ഛാ. എന്റെ പൊന്നു മക്കളെ, നീ വലിയ കുട്ടി ആയില്ലേ? തന്നെ തന്നെ തൊഴി. ഓ അത് കറിക്കുള്ളതാണ്. അത് കറിക്കുള്ളതാണ്. ഓ ഞാൻ വിചാരിച്ചു കളിക്കാനുള്ളതാണ്. ഇത് കാലിലെന്തോ ഇത്? ദേ മഴയത്ത് ചെരുപ്പില്ലാതെ പുറത്തു പോയുള്ള ചെളി മുഴുവൻ ചവിട്ടി തേച്ച് തറ മുഴുവൻ വൃത്തികേടാക്കി. അല്ല, ഞാൻ ചെരുപ്പിട്ടിട്ടാണ് പോയത്. എന്നിട്ടാണോ ഈ ചെളി മുഴുവൻ തറ വന്നത്? അത് ഞാൻ കഴുകിയപ്പോ ചിലപ്പോ ചെരുപ്പിലുള്ള ചെളി എന്റെ കാലിലായതായിരിക്കും. എവിടെ നോക്കട്ടെ? നോക്ക്. ഇതങ്ങനെയല്ല, കാല് മര്യാദക്ക് വൃത്തിയായിട്ട് കഴുകാത്തോണ്ടാ. പോയി കഴിയിട്ട് വേണം. ദോശ കഴിച്ചിട്ട് കഴുകിയ പോരാ. കാല് കഴുകിയിട്ട് ദോശ കഴിച്ചാ മതി. ചെല്ല്. അമ്മൂമ്മ സാധാരണ കൈ കഴുകിയിട്ടല്ലേ ദോശ കഴിക്കുക? I am the one, the way your son don't need a gun to get respect up on the street. Under the sun, the bastard son will pop the clock to feed. അയ്യോ, ഞാൻ ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. ഇവിടെ കയറിയിരുന്ന് ഉള്ളതെല്ലാം നശിപ്പിക്കാനാണ് ഞാൻ. അവിടെ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ? ഇല്ലാത്ത പൈസ ഇവിടെ സാധനങ്ങൾ വാങ്ങിച്ചത്. നിനക്കെന്ത് കയറി കളിക്കാനല്ല, എനിക്ക് കളിക്കാനാ. എനിക്ക് പണിയാനാണ്. അയ്യോ, ഇത് തണുത്ത പണം. എനിക്ക് ജലദോഷം പരിപാടിയാണ്. അത് അവിടെ നിന്നും പോയി. നമ്മളൊരു കാര്യം ചെയ്യും, ഞാൻ അവിടെ തന്നെ ഇരിക്കട്ടെ. കണ്ണിച്ചോരല്ലാത്ത പെണ്ണ് തന്തേര നെഞ്ചിരി നട്ട് ഉറച്ചിരിക്കണ്. ചാവാൻ പോണ്. അത് അവിടെ തന്നെ ഇരിക്കുന്നു. അച്ഛാ ഒരു മിനിറ്റ്, അച്ഛൻ അത് ഇത്രയും കഴിച്ചാൽ മതി കേട്ടാ. ഇത്രയും കഴിച്ചുകൊണ്ടാ നെട്ടങ്ങ് ഇറങ്ങിപ്പോയല്ല. അപ്പൊ ബാക്കി ഇത്ര പോയ ഞാൻ എനിക്ക് കഴിക്കാമല്ലോ. പാചകം ചെയ്യുന്ന കുട്ടൻ തിരുമേനിക്ക് പെട്ടെന്നൊരു അസഹ്യത തറ വീണു. എടുത്തോണ്ട് ആശുപത്രി കൊണ്ടു. അയ്യോ അച്ഛാ, എന്നിട്ട് കൂട്ടത്തിരിമേനിക്കെല്ലാം പറ്റിയോ? കുട്ടൻ തിരുമേനി ഇഷ്ടപ്പെട്ടു. പക്ഷെ കഷ്ടപ്പെട്ടവരാണ് കല്യാണം വീട്ടുകാര്. അതെന്താ? എന്റെ പൊന്നുമക്കളെ, പിറ്റേ ദിവസം കല്യാണമല്ലേ? സദ്യ കൊടുക്കണ്ടേ? വല്ല കഴിക്കണ്ടേ ആൾക്കാർക്ക്? അവർക്ക് കാറ്ററിംഗ് കാര്യം വിളിച്ച് കാര്യം അറിയിക്കാൻ പാടില്ലായിരുന്നു. 12-ാം മണിക്ക് ഏത് കാറ്ററിംഗ് കാര്യം വിളിക്കും? പിന്നെ എന്ത് ചെയ്ത് വീശി കൊടുത്തോ? ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട മോളെ. അമ്മമ്മയുടെ ബാഗിനകത്ത് കുഴമ്പിരിപ്പുണ്ട്, ഇങ്ങ് എടുത്തോണ്ട് വാ. കേശു പോയി എടുത്തിട്ടോടാ. നീ എടുത്തോണ്ട് പാടി. ഒന്ന് പെട്ടെന്ന് പോ ആരെങ്കിലും. അതൊക്കെ അടുത്ത ഉളുക്ക് ഇപ്പൊ വീഴും. കിടന്ന് ഒച്ച എടുക്കാ. വാ മാമി, ഈ കാലുവേനക്കുള്ള കുഴമ്പ് നടുവേനയ്ക്ക് പുരട്ടി കഴിഞ്ഞാൽ നടുവേന പോവോ? മോനെ, എല്ലാ വേദനയ്ക്കും നല്ലതാന്നാടാ വൈദ്യം പറഞ്ഞത്. അമ്മൂമ്മ പല്ലുവേദനയ്ക്ക് നല്ലതാണ്. കാശില്ലാത്ത ചേട്ടൻ കാശ് വീശുന്നൊക്കെ ഡയലോഗ് അടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാശുള്ള ഞാൻ കാശെടുത്ത് വീശൂല കേട്ടാ. അങ്ങനെ ഇപ്പൊ എന്റെ കാശും കൊണ്ട് നിങ്ങൾ കാരാട്ടും മുൻപ് ഒന്നും പഠിക്കണ്ട. എന്തൊരു അഹങ്കാര ചേട്ടാ പോയ സ്ഥാനത്തിന്. ജോലിയുള്ളതിന്റെ അഹങ്കാരം നോക്കിക്കോ, ഞാൻ ഇനി ലച്ചേച്ചിയുടെ മക്കളടുത്ത് പ്രതികാരം ചെയ്തിരിക്കും. എങ്ങനെ? എടി, ഞാൻ അവരുടെ ചെറിയമ്മല്ലേ, അവരെന്റെ അടുത്ത് വിഷു കഴിഞ്ഞിട്ടും ചോദിച്ചോണ്ട് വരുമ്പോ ഞാൻ ഒറ്റ എണ്ണത്തിനും കൊടുക്കൂല. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് എപ്പോഴൊക്കെ ട്രെയിൻ ഉണ്ടേ? അണ്ണാ, രാവിലെ 5:15 ഒരെണ്ണമുണ്ട്. 5:15 കഴിഞ്ഞ് 5:45 പിന്നെ 6:10. 6:10 കഴിഞ്ഞ് 7:20 7:25 10:15 ഒരെണ്ണമുണ്ട്. പിന്നെ 1:15. മതി. എടാ, ഇത്രയും ട്രെയിൻ അങ്ങോട്ട് പോകുമ്പോൾ നീ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? നിനക്ക് ആ ട്രെയിനിൽ കയറി അങ്ങ് വീട്ടിൽ പോയി.
arka çarşafım. Gördüğüm bu paketler benim dermanım. Hoppa yavaşça açıldı fermanım. അപ്പൊ ഒരു കവി എന്ന രീതിയിൽ ഞാൻ കവിത എഴുതി പ്രതിഷേധിക്കും. അത് വേണോ? എന്തു വേണ്ടാത്ത? വേണ്ട ഏട്ടാ. വേണം. ഈ പ്രതിഷേധ പരിപാടികൾക്ക് കവിതയൊക്കെ ഇപ്പൊ ഭയങ്കര മൈലേജാ. പോരാത്തിനുള്ള ഒരു കവിയാണല്ലോ, എഴുതിക്കോ. താങ്ക്സ് ഏട്ടാ, ഞാൻ കവിത റെഡി ആയിക്കോളാം. ഡേ, നീ പടം വരക്കാരിയല്ലേ? അതെ. നീ വരച്ച് പ്രതിഷേധിക്ക്. ഓക്കെ ഏട്ടാ. ചേട്ടാ ചേട്ടൻ ഡാൻസ് കളിച്ച് പ്രതിഷേധിക്ക്. പ്രതിഷേധിക്കാം. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോ രീതി പ്രതിഷേധിച്ചാലേ ഞാൻ വല്ലതും തിന്ന് പ്രതിഷേധിക്കട്ടെ. ഉച്ചയ്ക്ക് ഇവക്ക് ചോറോണ്ട കൊടുക്കാൻ പറ്റുമോ നിനക്ക് എല്ലാ ദിവസവും? പിന്നെ ഇവൾക്ക് വേണ്ടി ഇനി ആരും ചോട് ഞാൻ നടക്കണം, എനിക്കൊന്നും പറ്റില്ല. അയ്യോ, അതിന് ആലഞ്ചോട് വരെ ഒന്നും പോകണ്ട. പിന്നെ ഈ വാഴക്കാല ജംഗ്ഷനില്ലേ, അവിടെ നിങ്ങൾ നേരെ റൈറ്റിൽ ഒരു വളവില്ലേ, ആ വളവിന്റെ അവിടെ ലേഡീസ് ഹോസ്റ്റലില്ലേ, ആ ലേഡീസ് ഹോസ്റ്റലിൽ തൊട്ടിപ്പുറത്ത്. എവിടെ? ആ